നാളെ മെമ്പർ നിന്നിട്ട് പൂതി മാറിയിട്ടില്ല. ഇനിയും നിൽക്കണമെന്നാ പൂതി. ഒറ്റ കുറ്റം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല, സഹായം അല്ലാതെ. ചോർന്നിട്ട് ഇത്രക്ക് വെള്ളത്തിൽ നിൽക്കായിരുന്നു. പല ആൾക്കാരെയും കൊണ്ടെന്ന് ഞാൻ കാണിച്ചു കൊടുത്തു. എന്റെ കുട്ടി അത് ചെയ്തു തന്നു. ഇതുപോലൊരു മെമ്പറെ വേറെ കിട്ടൂല. 13ാം വാർഡ് മെമ്പറുടെ പടിയിറക്കത്തിൽ മനം നൊന്ത് അമ്മമാർ. എന്ത് ചോദിച്ചാലും ചെയ്തു തരും, ഏത് വിഷയവും പരിഹരിക്കും. 5 വർഷം കടന്നുപോയതറിഞ്ഞില്ല. മെമ്പർ നിന്നിട്ട് ഞങ്ങൾക്ക് പൂതി മാറിയിട്ടില്ല. ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്നതിനുള്ള ഉദാഹരണമാണ് ഷാജഹാൻ. പഞ്ചായത്ത് അംഗം എന്നതിനപ്പുറം ആരോടും പരിഭവമോ പിണക്കമോ ഇല്ല. സൌഹൃദങ്ങൾക്ക് പാർട്ടിയും നോക്കാറില്ല. ജനപ്രതിനിധിക്കായി ഒരുക്കിയ യാത്രയയപ്പ് സങ്കടക്കടലായി മാറി. ഞങ്ങൾ വിളിക്കുന്നത് അപ്പൊ നിങ്ങൾ വരണം. അതേപോലെ ഇനി വരുന്ന മെമ്പർ ഞാനായാലും ഞങ്ങളുടെ ആൾക്കാരുടെ സ്നേഹം നിങ്ങൾ കൊടുത്തെടുക്കണം എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഞങ്ങൾ അത് പിടിക്കുകയും ചെയ്യും. പഞ്ചായത്തിലെ ഒരു കാര്യത്തിന് പോയിട്ടുണ്ടെങ്കിൽ ഏത് പാർട്ടിയിലാണ് ഞാൻ കോൺഗ്രസ് ചെയ്യണം. പക്ഷെ സാധനായ മെമ്പറല്ലേ അതിലൊക്കെ ഞങ്ങളുടെ പാർട്ടിയിലൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ കണ്ണിൽ ഉണ്ണിയായിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ആരോടെങ്കിലും മോശമായി പെരുമാറേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നും ഷാജഹാൻ. അയാള് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്. മറ്റു സാമ്പത്തികപരമായിട്ടൊക്കെ വളരെ പിന്നിലാണ്. അപ്പോ അദ്ദേഹത്തിന് മാസം മരുന്ന് വാങ്ങാൻ 10,000 രൂപ ചെലവ് വരും. അപ്പൊ പലപ്പോഴും ഈ മരുന്ന് മുടങ്ങുന്ന ഒരു അവസ്ഥയുണ്ട് വാങ്ങാൻ വേണ്ടി. അപ്പൊ ഒരു 6-7 മാസമായിട്ട് തുടർച്ചയായിട്ട് അയാൾക്ക് മരുന്ന് വാങ്ങാനുള്ള പണം ഞാൻ കണ്ടെത്തി കൊടുക്കുന്നുണ്ട്. അപ്പൊ അയാളുടെ വിചാരം ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നതാണ് ആ പണം ഇനി മുടങ്ങുന്നുള്ള ഒരു ആശങ്കയായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. അപ്പോൾ അത് പിന്നെ പഞ്ചായത്തിൽ നിന്നുള്ള ഒരു പൈസ അല്ല, ഞാൻ എന്റെ സ്വന്തം നിലക്ക് അയാൾക്ക് കണ്ടെത്തി കൊടുത്തതാണ്. അത് ഇനിയും കഴിയുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള രോഗികൾക്ക്, നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് അത്തരത്തിലുള്ള സഹകരണം ഇനിയും ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് ആരോഗ്യമുള്ള കാലത്തോളം മറ്റുള്ളവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. നിങ്ങൾ ഈ നൽകിയ സ്വീകരണത്തിൽ ഇപ്പൊ പല ആളുകളുടെയും കണ്ണിന് വെള്ളം വരുന്ന കാണുമ്പോൾ എനിക്കും കണ്ണിന് സന്തോഷിക്കുന്നുണ്ട്. എല്ലാവരും നൽകിയ ഈ എന്താ പറയാ, ഞാൻ ഈ നടത്തിയ 5 വർഷത്തെ സേവനത്തിന് നിങ്ങളെല്ലാവരും തൃപ്തരാണെന്ന് എനിക്ക് മനസ്സിലായി. അതിന് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ ഭാഗത്ത് നിന്ന് ഈ 5 വർഷം ഞാൻ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കിയിട്ട് അല്ലെങ്കിൽ എനിക്ക് വോട്ട് ചെയ്തോ ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചിട്ട് പോലും ഞാൻ ഒരാളെയും ഉപദ്രവിച്ചിട്ടില്ല. ഒരാളുടെ അടുക്കളേക്ക് നീ വേറെ രാഷ്ട്രീയ പാർട്ടിന്റെ ആളാണ്, നിനക്ക് ആ ആനുകൂല്യം തരില്ല എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചയച്ചിട്ടില്ല. അത്തരത്തിൽ എല്ലാവരോടും ഒരുപോലെ നിൽക്കാൻ കഴിഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം. ഈ 5 വർഷം എന്റെ കയ്യിൽ നിന്ന് ആർക്കെങ്കിലും പറ്റാത്ത രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വർത്താനോ ഞാൻ അവർക്ക് എതിരെ പറയുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ അറിവിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതെനിക്ക് പൊരുത്തപ്പെട്ട് തരണമെന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ സ്നേഹത്തിന് മുന്നിൽ എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇത്തവണ 13ാം വാർഡ് വനിതാ സംവരണത്തിൽ ഉൾപ്പെട്ടതോടെ ഷാജഹാന് മത്സരിക്കുവാൻ കഴിയില്ല എന്നതും അമ്മമാരുടെ സങ്കടങ്ങൾക്ക് ആക്കം കൂട്ടി. വൈകാരികമായ ഒരു വിട പറച്ചിൽ.